സുദേശ് എം രഘുവിന്റെ അപരപ്രിയം എന്ന ലേഖനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 90കളിൽ കേരളത്തിലെ പിന്നാക്ക രാഷ്ട്രീയം, സംവരണ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നു തുടങ്ങി എങ്ങനെയാണ് പതിയെ ഒരു മുസ്ലിം വിരുദ്ധ വികാരമായിട്ട് മാറിയത്, ഇതിനെപ്പറ്റിയാണ് ഈ ലേഖനം. ഇതിലെ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയത്തിലുണ്ടായ ഒരു വലിയ മാറ്റം തന്നെയാണ്. 90കളിൽ വെള്ളാപ്പള്ളി നടേശൻ പിന്നാക്ക ദലിത് മുസ്ലിം ഐക്യത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, അല്ലേ? അന്ന് ജാതിവാദിയെന്ന് വിളിക്കപ്പെട്ട അദ്ദേഹം ഇന്ന് വർഗീയവാദി എന്ന ലേബലിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമതായി, ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യമാണ്. അപ്പോൾ അവിടെയാണ് മുസ്ലിം വിരുദ്ധ പ്രചാരണം ഒരു പ്രധാന ഘടകമായി വരുന്നത്. മുസ്ലിങ്ങളെല്ലാം തട്ടിക്കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ളൊരു പറച്ചിലുണ്ടല്ലോ, അത് SNDP യോഗത്തിലൂടെ ഈഴവ സമുദായത്തിനിടയിൽ ശരിക്കുമന്ന് വേരുപിടിച്ചു. വെള്ളാപ്പള്ളിയെ എതിർക്കുന്നവർ പോലും ഈയൊരു വാദം വിശ്വസിക്കാൻ തുടങ്ങി എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവസാനമായി ലേഖകൻ ചോദിക്കുന്നത് ഇതിനൊരു പരിഹാരമുണ്ടോ എന്നാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അപരപ്രിയം എന്ന ആശയത്തിലേക്ക്, അതായത് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന ആ ഒരു ചിന്തയിലേക്ക് തിരിച്ചുപോകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഒരു സംശയവും പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്രയധികം ഇസ്ലാമോഫോബിയ നിറഞ്ഞ ഒരു സമൂഹത്തിൽ നിന്ന് ശരിക്കും അങ്ങനൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ? ചുരുക്കി പറഞ്ഞാൽ, ഒരു സമുദായത്തിന്റെ രാഷ്ട്രീയ അവകാശവാദങ്ങൾ എങ്ങനെയാണ് മറ്റൊരു സമുദായത്തോടുള്ള വെറുപ്പായിട്ട് കാലക്രമേണ മാറിയത് എന്ന് ഈ ലേഖനം വളരെ വ്യക്തമായി വരച്ചുകാട്ടുന്നു.